ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ താക്കീത്. പദവി അറിഞ്ഞ് സംസാരിക്കണമെന്നാണ് കൊളീജിയം പറഞ്ഞത്. പൊതുപ്രസ്താവനകളിൽ ജുഡീഷ്യറിയുടെ അന്തസ്സും മര്യാദയും പാലിക്കണമെന്നും കൊളീജിയം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. മാധ്യമങ്ങൾ പ്രസംഗം വളച്ചൊടിച്ചുവെന്ന ശേഖർ കുമാറിന്റെ വാദം കൊളീജിയം തള്ളിക്കളയുകയും ചെയ്തു. താൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു ഭാഗം മാത്രമെടുത്ത് മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് ശേഖർ കുമാറിന്റെ വിശദീകരണം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെയാണ് ഈ ജഡ്ജി ഹാജരായത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ജഡ്ജി ശേഖർ കുമാറിന് ഉള്ളത്. അദ്ദേഹത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് പല വേദികളിലും മാധ്യമങ്ങളിലും യോഗി രംഗത്ത് വന്നിരുന്നു. ഡിസംബർ 8 വിശ്വഹിന്ദു സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. ആ പരിപാടിയിൽ ഉടനീളം ഏക സിവിൽ കോഡിനെ കുറിച്ചായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ സംസാരിച്ചത്. രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ അഥവാ ഹിന്ദുക്കളുടെ താൽപ്പര്യപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്ന് ശേഖർ കുമാർ യാദവ് പറഞ്ഞിരുന്നു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതോടെ വിവിധ മതങ്ങളിലും സമൂഹത്തിലും നിലനിൽക്കുന്ന അസമത്വം ഇല്ലാതാകുമെന്നും ശേഖർ കുമാർ യാദവ് പറഞ്ഞിരുന്നു. ഈ സംഭവം വാർത്തയായതോടെ ശേഖർ കുമാർ യാദവിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ജഡ്ജിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പല ഭാഗത്തു നിന്നും കത്തുകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടു. അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രിയോട് വിശദാംശങ്ങൾ തേടിയ സുപ്രീം കോടതി VHP വേദിയിൽ ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യസഭയിൽ കപിൽ സിബലിൻ്റെ നേതൃത്വത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ശേഖർ കുമാർ യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് MP-മാർ രാഷ്ട്രപതിക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. തൻ്റെ വിധി പ്രസ്താവനകളിൽ എല്ലായ്പ്പോഴും ഹിന്ദു അനുഭാവ നിലപാട് സ്വീകരിച്ച് ശ്രദ്ധ നേടിയ ജഡ്ജിയാണ് ശേഖർ കുമാർ യാദവ്. മുൻപ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ച് ശേഖർ കുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്തുവിടുന്ന ഒരേ ഒരു ജീവി പശുവാണെന്നും ശേഖർ കുമാർ ഒരു വിധി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പശുവിനെ കശാപ്പ് ചെയ്ത ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിച്ച ഉത്തരവിലായിരുന്നു ഈ പരാമർശം ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ പോലുള്ളവർ ജഡ്ജായിരിക്കുന്ന ഒരിടത്തേക്ക് ഒരു സാധാരണക്കാരൻ എന്ത് ധൈര്യത്തിലാണ് നീതി തേടി പോകുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നവർ ദളിതരോ മുസ്ലിങ്ങളോ ന്യൂനപക്ഷമോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഇയാൾ അവരുടെ കേസിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? പരസ്യമായി ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് തീർച്ചയായും മറ്റുള്ള മതക്കാർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യം തന്നെയാണ്.